പാർട്ടിയുടെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ കാട്ടിത്തരുന്ന ഒരു പടം. തുടക്കം തന്നെ ഒരാളെ വെട്ടിക്കൊന്ന് പകവീട്ടുന്ന ഓറഞ്ച് പാർട്ടി. അതുകൊണ്ട് തന്നെ ആ വെട്ടിയവനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്ന ചുവന്ന പാർട്ടിക്കാർ. ചുവന്ന പാർട്ടിയിലായിരുന്നു ഷാനു. അവരുടെ നേതാവ് അവനെ കൊല്ലാൻ ഏൽപ്പിക്കുന്നു. അതിനായി ഷാനുവും ഗേങ്ങും അവന്റെ സ്ഥലത്ത് പോകുന്നു. അവിടെ വെച്ച് ഷാനു അവനെ കുത്തിക്കൊല്ലുന്നു. ഓറഞ്ച് പാർട്ടിക്കാർക്ക് കൊന്നവനെ മനസ്സിലായിരുന്നു. പക്ഷേ ചുവന്ന പാർട്ടിയുടെ പിടിപാട് കാരണം പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതിനിടയിൽ പാർട്ടി പവറിൽ ഷാനു അവൻ പ്രേമിച്ച പെണ്ണിനെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോഴായിരുന്നു പോലീസിനൊരു പ്രതിയെ വേണമെന്ന് പറഞ്ഞത്. അതിനായി ഷാനു ജയിലിൽ പോവാൻ തയ്യാറായെങ്കിലും വിവാഹം കഴിച്ചതുകൊണ്ട് സുമേഷ് ജയിലിൽ പോകുന്നു. ഒരു ദിവസം സുമേഷിന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് അവന്റെ വീട് ഓറഞ്ച് പാർട്ടിക്കാർ ബോംബിട്ട് തകർക്കുന്നു. അങ്ങനെ വീട് നഷ്ടപ്പെട്ട അവരെ ഷാനുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ദിവസം മരുന്ന് വാങ്ങാൻ പോയ ഷാനു താൻ കൊന്നവന്റെ ഭാര്യയെയും മകളെയും കാണുന്നു. അതവനെ വല്ലാതെ വേദനിപ്പിച്ചു. അതുപോലെ തന്റെ ഗർഭിണിയായ ഭാര്യ കുറച്ചു കഴിഞ്ഞാൽ ഈ സ്ഥിതിയിൽ എത്തുമോ എന്നുള്ള ടെൻഷൻ. അപ്പോഴേക്ക് പാർട്ടി പവറിൽ സുമേഷിന് ജാമ്യം ലഭിക്കുന്നു. അവന്റെ ജീവന് ഭീഷണി ഉള്ളതുകൊണ്ട് അവനെ അവിടെ നിന്നും മാറ്റുന്നു. അതുപോലെ ഷാനു തന്റെ ഭാര്യയോടും സുമേഷിന്റെ അമ്മയോടും താനായിരുന്നു ഓറഞ്ച് പാർട്ടിക്കാരനെ കൊന്നതെന്ന് പറയുന്നു. ഇതവരെ ശരിക്കും ഞെട്ടിച്ചു. അതുപോലെ ഓറഞ്ച് പാർട്ടിയുടെ ഗ്രാമത്തിലെത്തെ ഷാനു തലനാരിക്കായിരുന്നു രക്ഷപ്പെട്ടത്. സുമേഷിന് തന്റെ നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ഷാനു അത് പാർട്ടിയോട് ചോദിക്കാതെ സമ്മതിക്കുന്നു. എന്നാൽ നാട്ടിലെത്തിയ അവനെ ഓറഞ്ച് പാർട്ടിക്കാർ കൊന്നുകളയുന്നു. അതിന്റെ പേരിൽ ചുവന്ന പാർട്ടിക്കാർ യോഗം വിളിക്കുന്നു. ഇത് ചെയ്ത ഓറഞ്ച് പാർട്ടിക്കാരെ കൊല്ലണം പറഞ്ഞ്. പക്ഷേ ഷാനു ഇതിനെതിരെയായിരുന്നു. ഇനി ആരുടെയും കുടുംബം വഴിയാധാരം ആവരുത് എന്ന് പറയുന്നു. അങ്ങനെ അവസാനം അവന്റെ ഭാര്യ പ്രസവിക്കുന്നു.